നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മനോരമ പത്രം റിപ്പോർട്ടർ ചാനലിന് നേർക്ക് ഇപ്പോൾ ബോംബിട്ടിരിക്കുന്നു. ഇന്നത്തെ മലയാള മനോരമയുടെ മുൻ പേജാണിത്. 126 കോടി ബും, മെസ്സിയുടെ പേരിൽ കോടികളുടെ ഫൗൾ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുന്ന 126 കോടിയുടെ രേഖകൾ ഒന്നുമില്ല. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മലയാള മനോരമ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത് അതിനിർണായകമായ ഒരു റിപ്പോർട്ട്, മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് നേർക്ക് തിരിഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്നു എന്ന പ്രചരണം അഴിച്ചുവിട്ട് 126 കോടി രൂപയുടെ തട്ടിപ്പിനുള്ള കളമൊരുക്കിയത്. കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമാണ് നടന്നത് എന്ന കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ $1.5 കോടി, അതായത് അന്നത്തെ മൂല്യം 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ പണം അയച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ ഒരുവിധ തെളിവുകളും നൽകാൻ സ്പോൺസർക്ക് കഴിയുന്നില്ല. എന്തിന് AFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൻ്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുള്ളതിൻ്റെയോ പോലും രേഖകളില്ല. അത്യന്തം ഗൗരവതരമാണ് ഈ റിപ്പോർട്ട്. വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം, കള്ളപ്പണ വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന അന്വേഷണ റിപ്പോർട്ടാണ് കായിക വകുപ്പ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറി. തുടർന്ന് കായിക വകുപ്പ് മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അത്യന്തം ഗൗരവതരമാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണെന്നും റിപ്പോർട്ടിലുണ്ട്. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്തു സ്പോൺസർ. പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് നൽകിയില്ല. അർജന്റീന ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് നൽകി. എന്നാൽ അർജന്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി തേടിയതും. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടയ്ക്കണമെന്നാണ് GST ആവശ്യപ്പെട്ടത്. സ്പോൺസർക്ക് ഈ അടുത്ത കാലത്ത് GST വകുപ്പ് സമൻസ് അയച്ചു. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിലുള്ളത്. 2 വർഷത്തിന് ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറി. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിൽ. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകുമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം 2023 ജൂലൈയിൽ സർക്കാരിന് കത്തയക്കുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വിവരം, അതിന് വെറും 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തത്. 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അന്ന് മൂലധനം. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസത്തിലാണ് ആദ്യത്തെ സ്ഥാപനവും. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിലെ വീഴ്ചയും ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. സർക്കാരും സ്പോൺസറും തമ്മിലുള്ള ഒത്തുകളി എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ. അന്നത്തെ കായിക മന്ത്രിയും തനിക്ക് പറ്റാവുന്നത് കളിച്ചു. അർജന്റീനൻ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ എന്ന പേരിൽ മുൻ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, ഡയറക്ടർ P. വിഷ്ണുരാജ് എന്നിവർക്കൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനവും നടത്തി. എന്നാൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനെ ക്ഷണിച്ചതിൻ്റെ യാതൊരുവിധ രേഖകളും സർക്കാരിൻ്റെ കൈവശമില്ല. മലയാള മനോരമയിൽ ഇന്ന് വന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. മാധ്യമ ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ. മലയാള മനോരമ കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനമാണ്. പുതുതായി ചാനൽ രംഗത്തെത്തിയ റിപ്പോർട്ടർ TVയുടെ ആരോഗ്യകരമല്ലാത്ത മത്സരം നിരന്തരം നേരിടുന്ന മാധ്യമ സ്ഥാപനം. മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലെത്തും എന്ന് പ്രചരിപ്പിച്ചത് വെറും തട്ടിപ്പിൻ്റെ ഭാഗമായി.
അതാണ് ഈ വാർത്തയുടെ ഉൾക്കാതൽ. നേരത്തെ GST വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിനെതിരെ മലയാള മനോരമ പോലൊരു പത്രം വളരെ വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 126 കോടി രൂപ തട്ടിപ്പിന്റെ വലിയ ചുരുളുകളാണ് ഇപ്പോൾ വരുന്നത്. വിദേശത്തേക്ക് വൻതുക കൈമാറിയെന്നാണ് സ്പോൺസർ അവകാശപ്പെട്ടത്. പണം കൈപ്പറ്റിയിട്ടും യാതൊരുവിധ നിയമ നടപടികൾക്കോ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾക്കോ സ്പോൺസർമാർ തയ്യാറായില്ല. വിദേശത്തേക്ക് കടത്തിയ 126 കോടി രൂപയുടെ സേവന നികുതിയായി വൻതുക GST ഇനത്തിൽ അടയ്ക്കേണ്ടതുണ്ട്. GST വകുപ്പ് സമൻസും നോട്ടീസുകളും അയച്ചെങ്കിലും പലതവണ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് മാനേജ്മെന്റ് നടത്തിയത്. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ഈ കേസിൽ പ്രകടമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണമെന്ന ശക്തമായ ശുപാർശയാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് കായിക മന്ത്രിക്ക് കൈമാറിയത്. മലയാള മനോരമയുടെ ഈ റിപ്പോർട്ടിനെതിരെ യാതൊരുവിധ പ്രതികരണവും റിപ്പോർട്ടർ ചാനൽ ഇതുവരെ നടത്തിയില്ല. ഇത്ര ഗൗരവമേറിയ സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകർ പ്രതികരിച്ചില്ല. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശക്തമായ ഇടപെടലുകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പന്ത് പൂർണ്ണമായും VD സതീശൻ്റെ കോർട്ടിലാണ്. സതീശനെ മാധ്യമധർമ്മം പറഞ്ഞ് പലപ്പോഴും ആക്രമിച്ചിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ അങ്ങനെ വെട്ടിലായി നിൽക്കുന്നു. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കും എന്ന വ്യാജേനയാണ് 126 കോടി വിദേശത്തേക്ക് കടത്തിയത്. ഇതിന്മേൽ 12 കോടി GST ആയി അടയ്ക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ പണം അയച്ചപ്പോൾ 12 കോടി വെട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഫെമ നിയമലംഘനവും കള്ളപ്പണ ഇടപാടും മുൻനിർത്തി വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണമെന്ന നിലപാടിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. നേരത്തെ തന്നെ പലവിധ ആരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. വയനാട് ജില്ലയിൽ നിന്ന് വൻതോതിൽ കാട്ടുമരം കടത്തിയതടക്കമുള്ള കേസുകൾ റിപ്പോർട്ടർ TV ചാനൽ മുതലാളിമാർക്കെതിരെ നിലവിലുണ്ട്. അമേരിക്കയിലെ ടൂർ പ്രോ എൻഡർ LLC എന്ന സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് 126 കോടി മാറ്റിയതെന്നറിയുന്നു. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ഏജന്റാണ് ഈ കമ്പനിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട ചില കേസുകൾ നിലനിൽക്കുന്നു. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ഏജന്റ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കമ്പനിക്കെതിരെ വിദേശത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലനിൽക്കുന്നുവെന്ന സൂചനകളാണ് മലയാള മനോരമ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ മെസ്സി എത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കായിക പ്രേമികളും ജനങ്ങളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് മെസ്സി പിന്നീട് ഹൈദരാബാദിലും കൽക്കത്തയിലും എത്തി. വിദേശത്തേക്ക് നിയമവിരുദ്ധമായി പണം കടത്തിയതിനും ഫെമ നിയമം ലംഘിച്ചതിനും വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് ഈ കേസ് ED അന്വേഷിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. നേരത്തെ GST തുക അടയ്ക്കാത്തതിൻ്റെ പേരിൽ GSTയുടെ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് വിംഗ് ചാനലിന് നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാണ് പലപ്പോഴും റിപ്പോർട്ടർ ചാനൽ ഇത്തരം കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. നേരത്തെ നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥനെ വരെ സ്ഥലം മാറ്റി. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ തട്ടിപ്പിനെതിരെ കേസുകൾ കടുപ്പിക്കാൻ മുഖ്യമന്ത്രി വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ ഭരണം മാറിയതോടെ റിപ്പോർട്ടർ TV ചാനലിനുള്ള കുരുക്ക് മുറുകുന്നുവെന്നർത്ഥം. അപകടം പണത്ത് ഈ മാസം 3-ാം തീയതി ചാനലിൻ്റെ ഉടമ ആന്റോ അഗസ്റ്റിൻ കാഞ്ഞങ്ങാട് GST ഓഫീസിലെത്തി. ഔദ്യോഗികമായി രേഖകളിൽ മെൽവിൻ ജോസ് എന്നയാളാണ് ചാനലിൻ്റെ ചുമതലക്കാരൻ. ഓതറൈസേഷൻ ലെറ്ററുമായാണ് ആന്റോ ജോസഫ് എത്തിയത്. തങ്ങൾ വിദേശത്തേക്ക് പണം അയച്ചു, എന്നാൽ മെസ്സി വരാത്തതുകൊണ്ട് സേവനമൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സേവനത്തിനുള്ള GST തങ്ങൾക്ക് ബാധകമല്ല എന്ന വാദമാണ് ആന്റോ ഉയർത്തിയത്. തങ്ങൾ വെറും സ്പോൺസർമാർ മാത്രമാണ്. സംസ്ഥാന സർക്കാരാണ് മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള രേഖകളിൽ ഒപ്പുവെച്ചത്. എന്നാൽ പണമിടപാടുകൾ മുഴുവൻ റിപ്പോർട്ടർ ചാനലിൻ്റെ അക്കൗണ്ട് വഴിയാണ് നടന്നത്. സംസ്ഥാന സർക്കാർ വെറും നോക്കുകുത്തി. 12 കോടിയുടെ GST കുടിശ്ശിക ഈടാക്കാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും GST വകുപ്പിന് അധികാരം നിൽക്കുന്നു. UDFിലെ ചില നേതാക്കൾ വഴി രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കങ്ങൾ ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ നടത്തി.
നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. തെളിവുകൾ ശേഖരിക്കുന്നതിനായി ചാനൽ ഓഫീസുകളിലും ഉടമകളുടെ വസതികളിലും റെയ്ഡ് നടത്താൻ ഉദ്യോഗസ്ഥർ സർക്കാരിനോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ വെട്ടിപ്പിന്റെ വലിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 126 കോടി രൂപ ഏത് ആവശ്യങ്ങൾക്കാണ് വിദേശത്തേക്ക് കടത്തിയത്? അതോ ഈ കള്ളപ്പണ ഇടപാട് മറ്റ് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നോ? എല്ലാം മെസ്സിയുടെ പേരിൽ. മെസ്സിയും അർജന്റീനൻ ടീമും ഇത്തരം തട്ടിപ്പുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് മലയാളികൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.